സോ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ പ്രൊജക്റ്റഡ് വേർട്ടിക്കലി ഇൻ ടു ദി സ്പേസ്. അതായത് ഈ പോയിന്റ് സീറോയിൽ നിന്നാണ് ഞാൻ കല്ലെറിയാൻ പോകുന്നത്. അത് നേരെ മുകളിലോട്ടാണ് ഞാൻ എറിയുന്നത്. വേർട്ടിക്കലായിട്ടാണ് ഞാൻ ഈ പോയിന്റിൽ ഓയിൽ നിന്ന് കല്ലിനെ എറിയുന്നത്. സോ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എറിയാൻ നേരത്ത് ഞാനൊരു ഫോഴ്സ് കൊടുത്താലേ കല്ല് മുകളിലോട്ട് പോകത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? താഴോട്ട് ഫ്രീ ആയിട്ട് പോകുന്ന ഒരു ഓബ്ജക്റ്റിനെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ, ജി എന്നാണ് അതിനെ പറയുന്നത്. സോ ഇവിടെ ഞാൻ ഈ കല്ല് ഓയിൽ നിന്ന് മുകളിലോട്ട് ഒരു ഫോഴ്സിൽ എറിയാണ്. സോ ആ ഒരു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു ആണെന്ന് പറയും. അപ്പോൾ അത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ആയി. കുറച്ച് കുറേ എന്താണെന്ന് വെച്ചാൽ, സോ ഇനിഷ്യൽ വെലോസിറ്റി യു ആൻഡ് ഫൈനൽ വെലോസിറ്റി വി ആയി. പിന്നെ അത് ഏറ്റവും മുകളിൽ പോയി, അതായത് ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പിന്നെ അത് മുകളിലോട്ട് പോകുന്നില്ല. സോ ദിസ് ഈസ് ദി മാക്സിമം ഹൈറ്റ് ദാറ്റ് ഈസ് ട്രാവൽഡ് ബൈ ദിസ് പാർട്ടിക്കിൾ ഫ്രം ദി പോയിന്റ് ഒ. ബി എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദി മാക്സിമം ഹൈറ്റ്, വെർട്ടിക്കൽ ഹൈറ്റ് ട്രാവൽഡ് ബൈ ദി പോയിന്റ് പാർട്ടിക്കിൾ ഫ്രം പോയിന്റ് ഒ. സോ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് പോകത്തില്ല, നേരെ താഴോട്ടേ വരത്തുള്ളൂ. സോ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇത് നിങ്ങൾക്കറിയാം. ഇനി ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. മാക്സിമം ഹൈറ്റ് ട്രാവൽഡ് ബൈ ദി പാർട്ടിക്കിൾസ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് എ സർട്ടൺ ഹൈറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 AS. അപ്പോൾ ഇതിൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ തന്നെ എഴുതാം. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈക്വൽ ടു ഇനിഷ്യൽ ഇത് ഫൈനൽ വെലോസിറ്റി, ഇത് ഇനിഷ്യൽ വെലോസിറ്റി യു സ്ക്വയർ മൈനസ് വന്നു. ഇവിടെ എക്ക് വരും ജി ആണ്, കാരണം അണ്ടർ ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ എക്ക് വരും ജി ആയി, -2g വന്നു. എന്തുകൊണ്ടാണ്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? ജി. ആക്സലറേഷൻ താഴോട്ടല്ല പോകുന്നത്, മുകളിലോട്ടാണ് നമ്മൾ പാർട്ടിക്കിളിനെ എടുത്ത് തരുന്നത്. ഇവിടെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത്. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി നെഗറ്റീവ്. സോ അതുകൊണ്ട് -2g എന്ന് വന്നു ഇൻറ്റു എച്ച്. എന്ന് പറഞ്ഞാൽ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. അതിന് വരെ നമ്മളിവിടെ ഹൈറ്റ് എടുത്തു. ഹൈറ്റാണ് നമ്മുടെ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഹൈറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പാർട്ടിക്കിൾ. ഇതാണ് നോർമലായിട്ടുള്ളൊരു ഇക്വേഷൻ. അതായത് ഓയിൽ നിന്ന് എയിലോട്ട് വരെ പോയിന്റ് പോകാനെടുത്ത നോർമലായിട്ടുള്ള ഇക്വേഷൻ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ -2gh. യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. ഇനി പാർട്ടിക്കിൾ ഇവിടെ എത്ര ഡിസ്റ്റൻസ് എടുത്തു? ഇവിടം വരെ എത്തുന്ന പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? എച്ച് എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കണം? എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് മാക്സ് കൊടുക്കണം. എച്ച് മാക്സ് അല്ലേ? മാക്സിമം ഹൈറ്റ് ആണ് ഈ ബി എന്ന് പറയുന്ന പോയിന്റ്. ഓയിൽ നിന്ന് ബി വരെ എത്താൻ മാക്സിമം ഹൈറ്റ് ആണ് പാർട്ടിക്കിൾ അച്ചീവ് ചെയ്യുന്നത്. സോ ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു എച്ച് മാക്സ്, അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു മാക്സിമം ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഇവിടെ എത്ര ആയിരിക്കും? പോയിന്റ് ബിയിൽ 0 ആണ്, കാരണം ഇവിടം വരെ എത്തിയിട്ട് പാർട്ടിക്കിൾ നേരെ താഴോട്ട് വരുവാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് കാണും പാർട്ടിക്കിൾ അല്ലേ? ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ പാർട്ടിക്കിൾ എത്തുമ്പോൾ അവിടെ പാർട്ടിക്കിൾ സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആയിട്ടാണ് താഴോട്ട് വരുന്നത്. സോ അറ്റ് പോയിന്റ് ബിയിൽ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഒന്നും ഇല്ല. സോ എച്ച് മാക്സ് ആവണമെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി യുവും ഫൈനൽ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷനിൽ വിക്ക് 0 ഇട്ട് കൊടുക്കുക. അങ്ങനെ എച്ച് മാക്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം, മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. സോ ഇവിടെ വിക്ക് 0 ഇട്ട് കൊടുത്തു, യു അങ്ങനെ തന്നെ എഴുതി. ഇനിഷ്യൽ വെലോസിറ്റി -2g ഇൻറ്റു എച്ചിന് വരെ എന്ത് ചെയ്തു? എച്ച് മാക്സ് എന്ന് കിട്ടും. അതിൽ നിന്ന് എച്ച് മാക്സ് എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ ബൈ 2g എന്ന് വരും. എച്ച് മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദി പാർട്ടിക്കിൾ. അത് മനസ്സിലായല്ലോ? ഇനി ടൈം ടേക്കൺ ഫോർ ദി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കണ്ടുപിടിക്കുക. ടൈം ടേക്കൺ ബൈ ദി പാർട്ടിക്കിൾ ക്യാൻ ബി യൂസ്ഡ് ഫ്രം ദി റിലേഷൻ ഇത് വി ഈക്വൽ ടു യു പ്ലസ് AT. ഇതിൽ വി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. യു അങ്ങനെ തന്നെ ഇടുക, പ്ലസ് എ എന്ന് പറഞ്ഞാൽ ജി ഇട്ടു. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറഞ്ഞാൽ -g ആണ് അല്ലേ? കാരണം മുകളിലോട്ടാണ് പോകുന്നത്. സോ യു -gt എന്നിട്ട് T1 ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. ടൈം ടു അറ്റൈൻ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ T1 വിൽ ബി ഈക്വൽ ടു മാക്സിമം ഹൈറ്റ് ആകുമ്പോഴാണല്ലോ വി 0 ആവുന്നത്. സോ ടൈം ടു അറ്റൈൻ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വിക്ക് 0 ഇട്ട് കൊടുക്കുക, എന്നിട്ട് ടൈം കണ്ടുപിടിക്കുക. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദി പാർട്ടിക്കിൾ ടു റീച്ച് ദി ഇറ്റ് ഈസ് എ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ദി ഏതുവരെയുള്ള ടൈം ഇൻ്റർവലാണ്? പാർട്ടിക്കിളിനെ ആ ഒരു പോയിന്റിൽ നിന്ന് എറിഞ്ഞതിന് ശേഷം തിരിച്ച് ഗ്രൗണ്ടിൽ വന്ന് വീഴുന്ന ആ ഒരു ടൈം, എറിഞ്ഞത് മുതൽ, അതായത് പാർട്ടിക്കിളിനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എറിയുകയാണല്ലോ, ആ സമയം മുതൽ അത് തിരിച്ച് ഗ്രൗണ്ടിൽ വന്ന് വീഴുന്ന വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 ടൈംസ് T1 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇതുവരെ പാർട്ടിക്കിൾ പോകാനെടുത്ത ഡിസ്റ്റൻസാണ് നമ്മൾ കണ്ടുപിടിച്ചത്. O to B വരെ റീച്ച് ചെയ്ത T1.
സോ അതേ ടൈം തന്നെ തിരിച്ചെത്താനും എടുക്കും. സോ 2 ടൈംസ് T1 എടുത്തു. സോ T1ൻ്റെ 2 ടൈംസ് ചെയ്യുക. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2T1, ദാറ്റ് വിൽ ബി ഈക്വൽ 2U/g. ഓക്കെ. പിന്നെ ഇവിടെ ആൽഫ 90 ഡിഗ്രിയാണ് അല്ലേ. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംഗിളിനെയാണ് ആൽഫ എന്ന് പറഞ്ഞാൽ. പാർട്ടിക്കിൾ പോകുന്ന ആ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആ ആംഗിൾ. ഇവിടെ ആൽഫ എത്രയാണ്? ഇവിടെ ആൽഫ ഇല്ല, കാരണം സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. ആൽഫ വിൽ ബി ഈക്വൽ ടു ഈ ആംഗിളിനെയാണ് ആൽഫ എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്നൊരു ഹൊറിസോണ്ടൽ വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. അത് 90 ഡിഗ്രി ആയിരിക്കും ഈ കേസിൽ. എന്തുകൊണ്ടാണ്? പാർട്ടിക്കിൾ വേർട്ടിക്കലിയാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? റേഞ്ചും 0 ആയിരിക്കും. റേഞ്ച് ഇല്ല. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി horizontal distance traveled from the particle from the point where the particle is projected to the point where particle reaches the ground. ഇവിടെ പാർട്ടിക്കിൾ അങ്ങനെ ഒരു പോയിന്റ് ഇല്ല, കാരണം 0 ഇവിടെ നിന്ന് പാർട്ടിക്കിൾ പോയി നേരെ ഇങ്ങോട്ട് തന്നെ വന്ന് വീഴും. സോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇവിടെ എടുക്കാനില്ല, ഇവിടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസേ ഉള്ളൂ. സോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഹെൻസ് ഇൻ ദിസ് കേസ് ദ റേഞ്ച് ഓഫ് ദി പാർട്ടിക്കിൾ വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ.